ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ലാസ്റ്റ് പ്രോബ്ലമാണ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ. എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൽ ലാസ്റ്റ് സോൾവ്ഡ് പ്രോബ്ലമാണ്. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ് അല്ല വരുന്നത്, എല്ലാം ട്രയൽ ബാലൻസിലാണ് വരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്, പക്ഷേ ട്രയൽ ബാലൻസിലാണ് എല്ലാ ഐറ്റംസും വരിക. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് ക്യാപിറ്റൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, ഡ്രോയിങ്സും ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അവിടെ ലയബിലിറ്റി സൈഡിൽ ഡ്രോയിങ്സ് എന്ത് ചെയ്യുക, ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യുക. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡാണ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡാണ്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 5000 വരുന്നുണ്ട്. അത് നമ്മൾ നേരെ എവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, നേരെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടില്ലാണെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടു. ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. സാലറി നമ്മളെവിടെ കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇൻഷുറൻസ് 1500 എവിടെ തന്നെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇൻഷുറൻസ് പ്രീപെയ്ഡ് 1500 എന്ന് പറയുമ്പോൾ അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. എവിടെ കാണിക്കേണ്ട, പ്രീപെയ്ഡ് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു അസറ്റായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും അത് കാണിക്കേണ്ട ആവശ്യമില്ല. നേരെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ അസറ്റ് സൈഡാണ് നമ്മൾ ഇൻഷുറൻസ് പ്രീപെയ്ഡ് കൊണ്ട് കാണിക്കുക. അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്താണ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇൻകം കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അക്രൂഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുണ്ട് 10,000. അക്രൂഡ് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ട്. സോ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കുക. ഇത് നമുക്ക് പ്രത്യേകത എന്താ, ട്രയൽ ബാലൻസിലെ ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ വരുന്നതായാലും എല്ലാം നമുക്ക് ഒരേ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റും. ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്നിലേ വരുള്ളൂ. അപ്പോൾ അക്രൂഡ് ഇൻകം നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. മെഷീനറി 50,000 ഫിക്സഡ് അസറ്റാണ്. ബിൽഡിംഗ് ഫിക്സഡ് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റാണ്. ഡെപ്റ്റേഴ്സ് 35,000 കറണ്ട് അസറ്റാണ്. ക്രെഡിറ്റേഴ്സ് 60,000 ലയബിലിറ്റി സൈഡ് കാണിക്കണം. പിന്നെ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 5,000 വരും, റെൻറ്റ് 10,000 വരും. ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. റെൻറ്റ് ഓക്കെ. അഡീഷണൽ ഇൻഫർമേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കും. ഇനി നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, പർച്ചേസസ് 1 lakh, ട്രേഡിംഗ് അക്കൗണ്ട് ഫസ്റ്റ് എഴുതാം. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അധികമൊന്നും വന്നിട്ടില്ല, നേരെ എഴുതാനുള്ളതാണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസസ് എഴുതി, വേജസ് 15,000, ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എഴുതി, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി സെയിൽസ് ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെ വരിക, സെയിൽസ് 2,10,000, ക്ലോസിംഗ് സ്റ്റോക്ക് 40,000. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 1,13,000 കിട്ടി. ഇനി സാലറീസ്, ഇൻഷുറൻസ്, റെൻറ്റ്, ഡിപ്രീസിയേഷൻ ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതെല്ലാം ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ വർഷം കിട്ടിയിട്ടുള്ള ഇൻകംസും ഈ വർഷത്തെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. മനസ്സിലായോ? അടുത്തതോ ഇതിനെ ബാലൻസ് ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ വരുന്നത്. അസറ്റ് സൈഡ് നോക്കാം. ബിൽഡിംഗ്, മെഷീനറി, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ഇതൊക്കെ നമുക്കറിയാം. ഇൻഷുറൻസ് പ്രീപെയ്ഡ് അതെന്താണ്, നമ്മൾ ട്രയൽ ബാലൻസിൽ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടിയിട്ട് ഇൻഷുറൻസ് അടച്ചു. സോ അതൊരു അസറ്റാണ്, നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിച്ചു. അക്രൂഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടാനുണ്ട്, ഇതും നമുക്ക് ട്രയൽ ബാലൻസിൽ മാത്രമേ തന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രം എഴുതിയാൽ മതി, ഇതും ഒരു അസറ്റാണ്. ഇനി ലയബിലിറ്റി സൈഡ് ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് എന്ത് കുറയ്ക്കേണ്ടത്, ഡ്രോയിങ്സ് കുറയ്ക്കുക. ഈ ഡ്രോയിങ്സ് ഒരിക്കലും നമ്മൾ എവിടെ എഴുതേണ്ട ആവശ്യമില്ല, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതരുത്. നമുക്ക് എവിടെ തന്നിക്കുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലായതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. പിന്നെ ക്രെഡിറ്റേഴ്സ് 60,000, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നതെന്ന് വെച്ചാൽ എവിടേക്ക് എഴുതണം, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം, ബാലൻസ് ഷീറ്റിൽ എഴുതണം. പക്ഷേ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ മാത്രമേ തന്നിട്ടുള്ളൂ. ട്രയൽ ബാലൻസിനകത്ത് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ചില ഐറ്റംസ് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം വരും, ചില ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ മാത്രം വരും. സോ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ
വേജസ് കൊടുക്കാനുണ്ട്. സോ അത് ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി ലയബിലിറ്റി ആയിട്ട്. ഈ വർഷത്തെ അളവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് നമ്മൾ അസറ്റിൽ കാണിക്കുക, അക്രൂഡ് ഇൻകം അസറ്റിൽ കാണിക്കുക. എവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം എന്തിൽ മാത്രമാണ് തന്നിട്ടുള്ളത്, ട്രയൽ ബാലൻസിൻ്റെ അകത്താണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോബ്ലം ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററാണ്. ഇതിൽ തിയറീസാണ് പിന്നെ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് ഓരോ ഐറ്റത്തിൻ്റെയും എന്താണെന്ന് മാത്രമാണ് ഈ ഫസ്റ്റ്. കൂടുതൽ ടൈം വേസ്റ്റ് ആവേണ്ട, നമുക്ക് ടൈം കിട്ടില്ല. നമുക്ക് ഫൈനൽ അക്കൗണ്ടാണ് ഇതിൽ പ്രോബ്ലം വരിക, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ പോവാത്തത്. ഓക്കെ, എന്താണ് നമ്മൾ ജസ്റ്റ് ഒരു 4 വരി പഠിച്ചു വയ്ക്കുക. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ഫസ്റ്റ് എന്താണ്, വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, വാട്ട് ഈസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, വാട്ട് ഈസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്, വാട്ട് ഈസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, വാട്ട് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് മാത്രം, അതിൻ്റെ പേര് മാത്രം പഠിച്ചു വയ്ക്കുക. പേരും പഠിക്കുക, അതിന് എന്താണെന്നൊരു എക്സ്പ്ലനേഷൻ ചെറുതായിട്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് which have been incurred during the current accounting year but have to be paid till the end of the year. അപ്പം നമുക്ക് കൊടുക്കാനുള്ളതാണ്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സ്പെൻസസ് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞാലും മതി. ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമ്മൾ എക്സ്പെൻസ് വിച്ച് ആർ നോട്ട് പെയ്ഡ്, അങ്ങനെ നമുക്ക് പറയാം. അക്കൗണ്ടിങ് ആയിട്ട് ലാസ്റ്റ് കൊടുക്കാനുള്ളതാണ്, പക്ഷെ കൊടുത്തിട്ടില്ല. ബട്ട് ഹാവ് നോട്ട് ബീൻ പെയ്ഡ്, ഈ വർഷം നമ്മൾ കൊടുക്കേണ്ട ഒരു പൈസ കൊടുത്തിട്ടില്ല, അതിനാണ് നമ്മൾ എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസേൺ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ ജേണൽ എൻട്രിയാണ് കൺസേൺ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇനിയോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുൻകൂട്ടി കൊടുത്തു എന്നാണ് അർത്ഥം. സംടൈംസ് ദ ബെനിഫിറ്റ് ഓഫ് സം എക്സ്പെൻസസ് വിൽ ബി അവൈലബിൾ നോട്ട് ഓൺലി ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഇയർ ബട്ട് ആൾസോ ഡ്യൂറിങ് ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ വരുന്ന ഒരു എക്സ്പെൻസാണ് നമ്മൾ ഈ വർഷം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദ പോർഷൻ ഓഫ് എക്സ്പെൻസ് ഓഫ് ദ ബെനിഫിറ്റ് വിച്ച് ഈസ് എറ്റ് ടു ബി റിസീവ്ഡ് ഈസ് കോൾഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെൻസ് നമുക്ക് പ്രീപെയ്ഡ് അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്ന് പറയാറുണ്ട്. അതിന് വേറൊരു പേര് പ്രീപെയ്ഡ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അങ്ങനെയും പറയാം. ജേണൽ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസേൺ എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യുക പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതുകൊണ്ടാണ് ഈ ജേണൽ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസേൺ എക്സ്പെൻസ് അക്കൗണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുണ്ട് എന്നാണ് അർത്ഥം. അക്രൂഡ് ഇൻകംസ് ആർ ദോസ് ഇൻകം വിച്ച് ഹാവ് ബീൻ ഏൺഡ് ഡ്യൂറിങ് ദ കറൻറ്റ് അക്കൗണ്ടിങ് ഇയർ ബട്ട് ഹാവ് നോട്ട് ബീൻ റിസീവ്ഡ് ടിൽ ദ എൻഡ് ഓഫ് ദ ഇയർ. അവസാനമായിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട് അല്ലേ, ഒരു ഇൻകം കിട്ടാനുണ്ട്, ഇതൊരു അസറ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കൺസേൺ ഇൻകത്തിൽ നിന്ന് എന്താണ് കൂടെ അക്രൂഡ് ആണെന്ന് പറയില്ലേ, ആഡ് ചെയ്യും. അപ്പോൾ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസേൺ ഇൻകം അക്കൗണ്ട് എന്താ ചെയ്യുക, ആഡഡ് ടു കൺസേൺഡ് ഇൻകം ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മളിത് സെയിം ആണ്, ആ ബോക്സിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് കേട്ടോ. അപ്പോൾ ബോക്സ് പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഈ പറയുന്ന വേണമെങ്കിൽ ജേണൽ എൻട്രി കൂടി നോക്കാം. ചോദിക്കില്ല, അറിയില്ല എക്സാമിന് എങ്ങനെ ചോദിക്കുകയാണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലേ പറയാൻ പറ്റൂ. അത് ഉടനെ തന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ എന്താണ് ഓരോ എക്സ്പെൻസും അതെന്ത് ട്രീറ്റ് ചെയ്യുമെന്ന് അറിയണം. സോ ആ ബോക്സ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതിലെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വരുന്നുണ്ട്. എന്താണ് അതെന്നുള്ളത് ഒരു വരി നിങ്ങൾ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കിട്ടി ഇൻകം. അപ്പോൾ അതൊരു അസറ്റാണ്, പക്ഷെ അതൊരു എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, അത് കൺസേൺ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യാണ് വേണ്ടത്, ഡിഡക്റ്റഡ് ഇൻ ദ കൺസേൺ ഇൻകം. അപ്പോൾ ജേണൽ എൻട്രി കൂടി നമുക്ക് എന്താ ഒരു വരി ജേണൽ എൻട്രിയും കൂടി അറിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇതിൽ വരുന്നത് മുഴുവനും. ഓക്കെ, അപ്പോൾ ഓരോ ഐറ്റം എന്താണെന്ന് ജസ്റ്റ് പഠിക്കാൻ നമ്മളതെല്ലാം പറഞ്ഞു. ആ ലാസ്റ്റ് ബോക്സിലെല്ലാം ഉണ്ട്. സോ അത് ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് റിവിഷൻ ടൈമിൽ പറ്റുമെങ്കിൽ നമുക്കത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓരോ ഐറ്റം എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ആ ബോക്സ് നന്നായി പഠിച്ചു വെച്ചാൽ പ്രോബ്ലം നന്നായിട്ട് ചെയ്യാം. ഫൈനൽ അക്കൗണ്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് പോവാം.